അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് 51 മുതൽ 55 വരെയുള്ള തംബ്രീൻ. കുറഞ്ഞ തംബ്രീനുകളുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ എഴുതിയിട്ട് സെൻഡ് ചെയ്യണം എന്ന് ആദ്യമായി അറിയിക്കാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 51ാമത്തെ തംബ്രീന് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഉദ്കുരിൽ മാനില്ലത്തി തുസ്തഅമലു ഫിഹ ഇൻ ബികസ്റത്തിൽ ഹംസത്തി വസുകൂനിൻ നൂനി വമസ്സിൽ ലികുല്ലി മിൻഹുമ. ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഇന്ന് എന്നുള്ളത് പല അർത്ഥങ്ങൾക്കും വരും അല്ലേ. ഹംസക്ക് കസറുള്ള ഇൻ അത് ഒരുപാട് അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരുപാട് അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള ഉദാഹരണങ്ങളും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ട് സമർപ്പിക്കുക. പിന്നെ കലിമത്തെ മദീന എന്നുള്ള കലിമ ഉണ്ടല്ലോ, പട്ടണം അല്ലേ. പട്ടണം എന്ന അർത്ഥമുണ്ട്, വേറെയും അർത്ഥം അതിനുണ്ട്. അതിന് രണ്ടർത്ഥം ഉണ്ട് എന്നാണ് പറയണേ. മദീന എന്നുള്ള കലിമത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ്, ഫഹിയ മറത്തം ബിമാനൽ ബലദി, ബലദ് എന്നുള്ള അർത്ഥത്തിനാണ് വരിക. മദീന എന്നൊരു കലിമത്ത് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. ഒരർത്ഥം എന്താണ്, ബലദ് എന്നർത്ഥം, മനസ്സിലായോ, പട്ടണം, എല്ലാവർക്കും അറിയണതാണ്. രണ്ടാമത്തെ അർത്ഥം ഓ മറത്ത നുഹ്റ, വേറെ ഒന്ന് യുഖ്സദു ബിഹ മംഫി ദിമ്മത്തിഹി ദൈനുൻ, ആരുടെ ദിമ്മത്തിലാണോ കടം ഉള്ളത് അവനെ ഉദ്ദേശിക്കുമ്പോഴും മദീന എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ഫീല് മാറ്റം ഉണ്ടാവും, ഫീലുകൾ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും. അപ്പോൾ ഫമാ ഫീലുഹ അലൽ മാനൽ അവലി, ബലദ് എന്ന അർത്ഥം വരുമ്പോൾ ആ സമയത്ത് ഫീല് എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ഈ പറയപ്പെട്ട മദീന എന്നുള്ളതിൻ്റെ ഫീല് എങ്ങനെ വരിക ബലദ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ. അതുപോലെ വമാ ഫിഅലുഹു അലൽ മാന സാനി, രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്താണോ, ആരുടെ ഉത്തരവാദിത്വത്തിലാണോ ദൈനുള്ളത്, കടമുള്ളത്, അത് ഉദ്ദേശിക്കുന്നു പറഞ്ഞില്ലേ. ആ അർത്ഥത്തിൽ വരുമ്പോൾ എന്താണ് ഫിഅല്, മദീന എന്നുള്ളതിൻ്റെ ഫീൽ എന്തായി വരും. വമിൻ അയ്യൽ മുസ്തഖാത്ത് ഹിയ ഫി കിൽതൽ ഹാലതൈനി, രണ്ട് അവസ്ഥകളിലും ഏത് മുസ്തഖാത്തുകളിൽ നിന്നാണ് ഇത് വരുന്നത്. രണ്ടവസ്ഥകളിലും എവിടുന്നാണ് ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആയി മാറിയത്, മനസ്സിലായല്ലോ. ഇനി നോക്കുക, അസ്നദുൽ അഫ്ആൽ ആതിയ, താഴെയുള്ള ഫീലുകളെ നിങ്ങൾ ചേർക്കുക. നീ ചേർക്കുക, മനസ്സിലായോ. എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തർ ചെയ്താൽ മതി എന്നർത്ഥം. അസ്നിദ് എന്നല്ല പറഞ്ഞത്, നീ ചേർക്കുക, മനസ്സിലായോ. അപ്പോൾ കോപ്പി അടിച്ചാണ്ട് ചേർക്കണ്ട, അവനവന് ചേർക്കാനാ പറഞ്ഞത്. നീ ചേർക്കുക അഫാൽ ആത്തിയ, താഴെയുള്ള ഫീലുകളെ ഇല അലിഫുൽ ഇസ്നൈൻ, അലിഫുൽ ഇസ്നൈനിലേക്ക് ചേർക്കുക. വ യായിൽ മുഖാത്തബത്തി, യാവുൽ മുഖാത്തബത്തിലേക്കും ചേർക്കുക. വ നൂനിൻ നിസ്വത്തി, നൂൻ നിസ്വയിലേക്കും ചേർക്കുക. മാ തൗക്കീദ് ബിൻ നൂനി, നൂനെ കൊണ്ട് തൗക്കീദ് ചെയ്യലോട് കൂടെ, മനസ്സിലായോ. തൗക്കീദ് പിന്നെ തൗക്കീദ് നിങ്ങൾക്ക് അറിയില്ലേ, ലയഫ് അല ലയഫ് അല അന്നി ലയഫ്, അങ്ങനെ ഒരു ഉദാഹരണം. അത് എന്നല്ല കേട്ടോ, അങ്ങനെ പല ഇതുണ്ടാവുമല്ലോ അല്ലേ. തൗക്കീദ് നിങ്ങൾക്ക് അറിയില്ലേ. പിന്നെ വൽബത്തിൽ അഫ്ആല ബിശക്കിലി, ഫീലുകളെ ഷക്കില് കൊണ്ട് ക്ലിപ്തപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് ഇങ്ങനെ ഇടുക, ഓരോന്നും ഇങ്ങനെ ലെവലിക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഹർക്കത്ത് ഇങ്ങനെ ഇടുക, മനസ്സിലായോ. യഫൂസു യഖവ യഅലു യഹ്ദി, യഫൂസു യഖവ യഅലു യഹ്ദി, മനസ്സിലായില്ലേ. അർത്ഥങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. യഫൂസു യഖവ യഅലു യഹ്ദി അറിയാലോ, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി മൽ മവാലിഉ അല്ലതി തുസ്തഅമലു ഫിയ ലാമുൽ മഫ്തുഹത്ത്, മഫ്തുഹായ ലാം ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം, മനസ്സിലായോ. മഫ്തുഹാത്തായ ലാം ഉപയോഗിക്കപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. മസല്ലി കുല്ലി മൗലയും ബിമിതാൽ, എല്ലാ സ്ഥലങ്ങൾക്കും ഓരോ ഉദാഹരണം എഴുതിയാൽ മതി. എല്ലാ സ്ഥലങ്ങൾക്കും ഒന്ന് എഴുതി ഒരു ഉദാഹരണം എഴുതിയാൽ മതി, കുറേ ഉദാഹരണം എഴുതണ്ട. റിഡക്ഷൻ ഉണ്ട്, കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതിലാരും പരാതിയും പറയണ്ട. ചില ആളുകൾക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലോ കുറേ എഴുതണമെന്ന്, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾ എഴുതണ്ട. നിങ്ങളെന്താ എഴുതാൽ മതി, ഒന്ന് എഴുതിയാൽ മതി, മനസ്സിലായോ. ഒറ്റൊന്ന് എഴുതിയാൽ മതി കേട്ടോ, ഓരോന്നിനും ഒറ്റൊന്ന് എഴുതിയാൽ മതി. എല്ലാത്തിനും കുറേ കിട്ടുമെന്ന് കരുതിയിട്ട് കുറേ ഉദാഹരണം എഴുതണ്ടാവരും. ഇടയ്ക്ക് വിറ്റൊക്കെ അടിച്ചിട്ട് വരും.
തപ്പതിന് വിറ്റൊക്കെ വേണ്ട ക്ലാസ്സിൽ പിന്നെ എന്താണ് ഓരോരുത്തരുടെ അഭിപ്രായം. പിന്നെ കലിമത്ത് മഹാനത്ത് എന്നുള്ളതേ കാത് തക്കൂന് മിനൽ ഫെയിലി മഹുന. മഹുന എന്നുള്ള ഫെയിലിൽ നിന്നാവും ചിലപ്പോൾ മഹാനത്ത് എന്നുള്ള കലിമ. ബിമാന അതല്ല വഹക്കറ നിന്ദിക്കുക, ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിന്. വക്കത് തക്കൂന് മിനൽ ഫെയിലി ഹാന ബിമാനതല്ല. ഇതല്ല എന്ന അർത്ഥത്തിന് ഹാന എന്നുള്ള ഫീല് കൊണ്ടും മഹാനത്ത് വരും. അപ്പൊ ഹാന യഹോന് മഹാനത്ത് ആ രീതിയിൽ വരും. മഹുന എന്ന് പറഞ്ഞ് സർഫാക്കിയിട്ട് മഹാനത്ത് രണ്ട് രീതിയിൽ വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ വസന എന്താണ്, ഇഷ്തിഖാക്ക നിലക്കുള്ള അതിന്റെ നൊവ ഏതാണ്, അതിന്റെ ജുമൂദ് ഏതാണ്, രണ്ടവസ്ഥയിലുള്ള ജാമിദായ ഫീൽ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെയാണ് ചോദിക്കണത്. ജാമിദായിട്ട് എങ്ങനെ വരിക, അതുപോലെ ഇഷ്തിഖാക്കായിട്ട് എങ്ങനെ, നോവുകൾ എങ്ങനെ വരിക, വസന എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ, 5 എണ്ണേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിർബന്ധം എഴുതണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പറയും ഇൻഷാ അല്ലാഹ് പറയും, അങ്ങനെ പറയും ഇൻഷാ അല്ലാഹ്. കാരണം ഒരുപാട് ആളുകൾ നല്ല വിളവെടുക്കുന്നുണ്ട് എഴുതാതെ. അപ്പോൾ അത് പറ്റൂല. വിളവെടുത്തവർക്കൊക്കെ മനസ്സിലാവും ചെയ്യും. അവിടെ മാർക്കിൻ്റെ സംഗതികളങ്ങ് വരുമ്പോഴേ, CC ഒക്കെ വരുമ്പോഴേ അപ്പോൾ മനസ്സിലാവും എത്ര ഓല് അയച്ചകണോ ഇല്ല എന്നുള്ളതൊക്കെ. അത് വേറെ വിഷയം. അപ്പോൾ ഏതായാലും അത് ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. ഇൻഷാ അല്ലാഹ് എഴുതി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.